അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ അകത്തെയും പുറത്തെയും കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈഡിലേക്ക് നോക്കിയപ്പോൾ താഴെ നല്ല അടിപൊളി പൂളിലെ നീരാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 6 മണിയായി. ഇനിയിപ്പോൾ പോയി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ചായ കുടിക്കാനുള്ള നേരമായല്ലോ. നല്ല തണുപ്പും. എന്നാൽ പിന്നെ ഗാർഡൻ ഏരിയയിൽ പോയി കുറച്ച് തണുപ്പൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സൊറ പറഞ്ഞും കുറച്ച് ചെളി വാരി എറിഞ്ഞും ചായ കുടിക്കാം. അങ്ങനെ ചായയും സ്നാക്സും ഒക്കെ കഴിച്ച് എന്താണെന്നറിയില്ല, പ്രായം കൂടിയതിൻ്റെ ആണോ പഴയ പോലെ തണുപ്പൊക്കെ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ നമുക്കിനി റൂമിൽ പോയിരുന്ന് വർത്തമാനം പറയാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ റൂമിലേക്ക് പോയി. അപ്പോഴത്തേക്കിന് ഏകദേശം ഡിന്നറിൻ്റെ സമയമായി. തണുപ്പൊക്കെ കാരണവും പിന്നെ പലർക്കും നടക്കാൻ പറ്റാത്തത് കാരണവും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പുറത്തേക്ക് പോയി ഡിന്നർ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് പോയി കഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് നമുക്ക് പാഴ്സൽ കൊണ്ടുവരാനുള്ള എന്തുകൊണ്ടും നല്ലൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചു. അങ്ങനെ വെളുക്കുവോളം വർത്തമാനം പറഞ്ഞ് എപ്പോഴാണ് റൂമിൽ വന്ന് കിടന്നതെന്ന് പോലും ഒരു ഓർമ്മയില്ല. അങ്ങനെ നല്ല സുഖമായിട്ട് പുതപ്പിൻ്റെ അടിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് ഇപ്പുറത്ത് കിടക്കുന്ന കെട്ടിയോൻ തോണ്ടി വിളിച്ചിട്ട് പറയുന്നത് എണീക്ക് ബ്രേക്ക്ഫാസ്റ്റ് തീർന്നു പോകുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി വേഗം ചാടി എണീറ്റ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇന്നലത്തെ ആ ലഞ്ച് അങ്ങോട്ട് അത്രയ്ക്ക് ശരിയാകാത്തതിൻ്റെ വിഷമം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ അങ്ങോട്ട് തീർന്നു. എൻ്റെ പൊന്നോ, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നേരെ നമ്മൾ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എൻഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ബുഫേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ പുറത്ത് സ്ഥലങ്ങളൊന്നും കാണാൻ പോകാൻ അത്ര തിരക്കും ധൃതി ഇല്ലാത്തത് കൊണ്ട് സമയമെടുത്ത് ആവശ്യത്തിന് എല്ലാം ടേസ്റ്റ് നോക്കി ആസ്വദിച്ച് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും കോസ്റ്റ്യൂം ചേഞ്ച്. അങ്ങനെ എല്ലാവരും കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ നമ്മുടെ പുറത്തുള്ള ഗാർഡനിലേക്ക്. ഇനി നമ്മുടെ ഫോട്ടോ. ഞങ്ങൾക്ക് പിന്നെ പെർമനൻ്റ് ആയിട്ടൊരു ഫോട്ടോഗ്രാഫർ റിൻസി ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ സിംഗിളും ഡബിളും ട്രിപ്പിളും ആവശ്യത്തിനുള്ള ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അവിടെ നിന്നൊരു റീലും ചെയ്തു. ഇന്നലെ ഞങ്ങൾക്ക് കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കാരണം റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഇന്നും ഏകദേശം അതേ സാങ്കേതിക കാരണം. പിന്നെ ഞങ്ങളുടെ മറ്റേ ടോയ് ട്രെയിൻ, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ എത്രത്തോളം നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാലും ഞങ്ങള് ഒരു അതെ, സാങ്കേതിക പ്രശ്നം എന്താന്നല്ലേ, ഊട്ടിയിലത്തെ ഇപ്പോഴത്തെ നിലവിലുള്ള തിരക്ക് കാരണം നമ്മൾ വന്ന ആ വലിയ തേജസ് ബസ്സിലെ അവനെയും കൊണ്ട് നമുക്ക് ടൗണിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് SP നമ്മളോട് പറഞ്ഞു. അങ്കമാലിയുടെ പ്രധാനമന്ത്രി നമ്മുടെ അമ്മാവനാന്ന് പറഞ്ഞിട്ടും പുള്ളി സമ്മതിച്ചില്ല. അങ്ങനെ അവിടുത്തെ ട്രാവൽസിൽ നിന്ന് വേറെ മറ്റ് 3 വാഹനങ്ങൾ ബുക്ക് ചെയ്ത് ഞങ്ങളിതാ ടീ ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു 1/4 മണിക്കൂറിൽ നീണ്ട ക്യൂവിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. പച്ചയിൽ ഉണക്കി ഇതിൻ്റെ പാക്ക് ചെയ്യുന്ന എൻഡ് വരെയുള്ള പ്രോസസ്സ് കണ്ടതിന് ശേഷം ഇറങ്ങി വരുമ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് ഒരു ചായയുടെ രുചി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 രൂപ മാത്രം എൻട്രി ഫീ കൊടുത്ത് ഇത്രയൊക്കെ കാഴ്ചകൾ കണ്ട് താഴെ ഇറങ്ങി വരുമ്പോൾ ഫ്രീ ആയിട്ടൊരു ചായയും കൂടെ തരുമ്പോൾ ദാനം കിട്ടിയ പശുവിൻ്റെ വായി പല്ലുണ്ടോ നോക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ടീ ഫാക്ടറി ഇറങ്ങുമ്പോൾ ഇപ്പുറത്ത് തന്നെ നമ്മൾ കാണുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് 2 ചോക്ലേറ്റ് ഒക്കെ കഴിക്കാനൊക്കെ തരും. അങ്ങനെ അതിന്റെ പ്രോസസ്സ് ഒക്കെ കണ്ട് ഇറങ്ങി വരുമ്പോൾ ഒരുപാട് ചോക്ലേറ്റുകൾ ഇങ്ങനെ വിൽക്കാനുണ്ടാവും. ചോക്ലേറ്റ് ഫാക്ടറി ഇറങ്ങിയപ്പം ഏകദേശം 2 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ അശോകന് അല്പ ക്ഷീണമാകാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.